ഐഫോൺ അല്ലേ? അതെ. ഇതെടാ ദാ. ഇത് ബ്രേക്ക് പ്രൊട്ടക്ഷൻ. അതെ അതെ, ബ്രേക്ക് പ്രൊട്ടക്ഷൻ ഇട്ട ഫോണാണ്. ഇട്ട ഫോണാണ്. അപ്പോൾ ഇതാരും അനുകരിക്കരുത്, അതല്ല പറയാനുള്ളത്. ഒരു നിലക്കും അനുകരിക്കരുത്. പക്ഷേ ഒരു സംഗതി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ, ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ് മൊബൈല് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയ്യിൽ നിന്ന് വീഴും. എത്ര ശ്രദ്ധിച്ചാലും അത് വീഴും, അത് പൊട്ടിപ്പോകും. അപ്പോൾ അതിനൊരു പരിഹാരം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷോപ്പ്, ബ്രേക്ക് പ്രൊട്ടക്ഷൻ എന്നാണ് അതിൻ്റെ പേരിൽ. അതിനിടെ ഇതെന്താ ബിലോ, ഒരുപാട് സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മളിവിടുന്ന് മാറ്റി ഒഴിവാക്കിയതാണ്. മൊബൈൽ വാങ്ങിച്ചപ്പോൾ ഉള്ള സ്ക്രീൻ ഗാർഡും അതേപോലെ തന്നെ അതിന്റെ പൗച്ചുകളൊക്കെ ഇതുകൊണ്ട് ഒഴിവാക്കി. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിടത്തെ, നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? ബ്രേക്ക് പ്രൊട്ടക്ഷൻ ചെയ്യും. ബ്രേക്ക് പ്രൊട്ടക്ഷൻ ചെയ്യും, ഫോൺ ബ്രേക്ക് പ്രൊട്ടക്ഷൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊട്ടൂല. 99% പൊട്ടൂല. ഇതേപോലെ ഇട്ടാലും പൊട്ടൂല. പക്ഷെ ആരും അനുകരിക്കരുത്. അത് വീഴുമ്പോൾ സേഫ്റ്റി എന്നുള്ളതാണ് കാണിച്ചത്. നല്ലൊരു സംഭവം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് കാണിച്ചു തരാം. ഇപ്പൊ എന്താ ഒഴിവാക്കണത്? നമ്മൾ നോർമൽ ലാമിനേഷൻ ഒഴിവാക്കി. പിന്നെ ഏത് ഒഴിവാക്കാനുള്ളത്? നമുക്ക് ഇതിന്റെ സ്ക്രീൻ ഗാർഡ് ഉണ്ട്, നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒഴിവാക്കാം. അതിന് പകരം ഇടുന്ന പ്രോഡക്റ്റ് ഏതാ? ബ്രേക്ക് പ്രൊട്ടക്ഷന്റെ പ്രോഡക്റ്റ് ആണ്. ആണല്ലേ? ഇത് ഏതാ? ഇത് ഫ്രണ്ടിലോ? ഫ്രണ്ടിൽ വരുന്നത്. ഇത് ബാക്കിൽ ലാമിനേഷന് പകരം ബാക്കുള്ളത്. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രയാസമില്ല. ഒന്നും സംഭവിക്കില്ല. 99% പൊട്ടില്ല. ഇൻ കേസ് പൊട്ടിയാൽ തന്നെ നമ്മൾ ഡാമേജ് വാറണ്ടി കൊടുക്കും. എങ്ങനെയൊക്കെയാണത്? നമ്മൾ ഫുൾ ബോഡി ചെയ്യും. ഫ്രണ്ട്, ബാക്ക്, സൈഡ്സ്, ക്യാമറയിൽ നമ്മൾ ഫുൾ ബോഡി ചെയ്തിട്ട് ഡിസ്പ്ലേക്ക്, ബാക്ക് ഗ്ലാസിന്, ക്യാമറ ഗ്ലാസിന് 1 ഇയർ ഡാമേജ് വാറണ്ടി ആണ് വരിക. അതായത് നമ്മൾ പൊട്ടണ പാർട്ട് ഏതാണോ അത് നമ്മൾ ക്ലെയിം ചെയ്തെടുക്കും. ഇനി ബ്രേക്ക് പ്രൊട്ടക്ഷൻ്റെ ഓതറൈസ്ഡ് പ്ലാൻ വരുന്നുണ്ട്. അതുപോലെ ബ്രേക്ക് പ്രൊട്ടക്ഷൻ്റെ കെയർ പ്ലസ് പ്ലാനും നമുക്ക് വരുന്നുണ്ട്. ഓതറൈസ്ഡ് ആകുമ്പോൾ ഇൻ കേസ് ഡാമേജ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പ്രൊട്ടക്ഷൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ഉണ്ട് ബാംഗ്ലൂർ. അവിടെ നിന്നായിരിക്കും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ വരാം. പിന്നെ കെയർ പ്ലസ് ആകുമ്പോൾ ഇൻ കേസ് ഡാമേജ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ നിന്നാണ് റിപ്പയറിങ് കാര്യങ്ങളൊക്കെ വരിക. നമുക്ക് പിന്നെ ഓതറൈസ്ഡ് പ്ലാൻ ആകുമ്പോൾ 2 times റീപ്ലേസ്മെന്റ് വരുന്നുണ്ട്. പ്രൊഡക്റ്റ് നമുക്ക് 2 പ്ലാനിലും ലൈഫ് ടൈം ആണ്. അതിൽ നമുക്ക് ഓതറൈസ്ഡ് പ്ലാനിൽ 2 times റീപ്ലേസ്മെന്റ് വരുന്നുണ്ട്. കെയർ പ്ലസ് പ്ലാനിൽ നമുക്ക് ഫസ്റ്റ് റീപ്ലേസ്മെന്റിൽ 450 സർവീസ് ചാർജ് വരുന്നേ ഉള്ളൂ. പ്രൊഡക്റ്റ് ലൈഫ് ടൈം ആണ്. നമുക്ക് ഇന്റർനാഷണൽ ആണ് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് പുറത്ത് ഏകദേശം 7 countries നമ്മൾ ഇവിടുന്ന് നിങ്ങളെ കൊട്ടക്കൽ ബ്രേക്ക് പ്രൊട്ടക്ഷൻ സാധനം മാറ്റി നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു ഗൾഫിൽ പോയ ഒരാൾ എന്ത് ചെയ്യും? അവിടുന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. നമ്മൾ IMEI ആണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരാം. ജസ്റ്റ് IMEI അല്ലെങ്കിൽ ഫോൺ നമ്പർ, മെയിൽ ID ഏത് കൊടുത്താലും ഏത് സ്റ്റോറിൽ പോയാലും ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കസ്റ്റമർ യൂസിങ്ങിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് ടൈം ആണ്, ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് ആണ് വരുന്നത്. കസ്റ്റമർ യൂസിങ്ങിനനുസരിച്ച് പീൽ ഓഫോ യെല്ലോയിങ്ങോ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം ഒരു 6 month 7 month ഒക്കെയാണ് പ്രൊഡക്റ്റ് പറയുന്നത്. അതിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. യൂസിങ്ങിനനുസരിച്ചാണ് പ്രൊഡക്റ്റ് കറക്റ്റ് സെറ്റ് ആയി നിൽക്കുക. ഇതേത് ലൊക്കേഷൻ വരുന്നത് നിങ്ങളെ ബ്രേക്ക് പ്രൊട്ടക്ഷൻ്റെ? ഇത് നമ്മൾ കോട്ടക്കൽ ചെങ്കോട്ടിയിൽ നിന്ന് രാജാ സ്കൂളിന്റെ റോഡുണ്ട്. ആ റോഡിന് കയറിയേക്ക് തന്നെ ദലാൽ റെസിഡൻസിയിൽ അടിയിൽ ആണല്ലേ? അവിടെയാണ് വരുന്നത്. ഇതിപ്പോൾ എത്രയായി തുടങ്ങിയിട്ട്? നമ്മളിപ്പോൾ ഏകദേശം 1.5 വർഷം കഴിയും. 1.5 വർഷം കൊണ്ട് ഇത്രയും ഫോണിന്റെ പിന്നെ ഇതിൽ മാറ്റി കൊടുത്തോ? ബ്രേക്ക് പ്രൊട്ടക്ഷൻ ആക്കി മാറ്റിയോ? അതെ. ആക്സിഡന്റലി വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്പ്ലേ ബ്രോക്കൺ ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, അത് ചെറിയ സർവീസ് ചാർജോടുകൂടി നമ്മൾ മാറ്റി തരും. ആണല്ലേ? അതെ. അങ്ങനെ ഉണ്ട്. ഡിസ്പ്ലേക്ക് ഉണ്ട്, പിന്നെ ബാക്ക് ഗ്ലാസ് ഉണ്ട്, പിന്നെ ക്യാമറ ലെൻസ് ഇത് മാറ്റി തരും. ഫ്രെയിമിന് നമ്മൾ വാറണ്ടി പറയണില്ല, കാരണം ഫ്രെയിം വേറെ തന്നെ പാട്ടായതുകൊണ്ട് അതിന് പറയണില്ല. ബാക്കി എല്ലാത്തിനും നമ്മൾ പറയും. ബ്രേക്ക് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്ന ആളാണ്. ബ്രേക്ക് പ്രൊട്ടക്ഷൻ ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ആ സമയം മുതൽ യൂസ് ചെയ്യുന്ന ആളാണ്. യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് വേറെ 1-2 കമ്പനിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ബ്രേക്ക് പ്രൊട്ടക്ഷനാണ്. ആണല്ലേ? ഇവരെ ഫൈസൽ ഭായി നമ്മൾ ഈ വലിയ എമൗണ്ട് ഒക്കെ ചിലവാക്കിയിട്ട് നമ്മളിപ്പോൾ 17 Pro Max അതുപോലത്തെ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു കവർ ഇട്ടാൽ കാണുന്നത് ഭംഗിയുണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു കവറൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇവരെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോണ് കമ്പനി എങ്ങനെയാണോ തരുന്നത് ആ ഒരു അതുപോലെ തന്നെ യൂസ് ചെയ്യുക. അതിൻ്റെ ശരിക്കും ബ്യൂട്ടി നിലനിർത്തിക്കൊണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ദുബൈയിൽ ചെയ്താണ്. അതിൻ്റെ സർവീസ് എനിക്ക് ഇവിടെ വന്നാൽ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ സൗകര്യം. അത് അടിപൊളിയാണ്. ഹാപ്പിയാണ്. പ്രൊട്ടക്ഷൻ ആണ്. തീർച്ചയായിട്ടും. പിന്നെ നമ്മളെ റഫ് യൂസ് ചെയ്യലൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇത് ചെയ്തു അല്ലേ? ചെയ്തു. അയ്യോ, നമ്മളിപ്പോൾ ഇതിൽ കവർ ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. ഒരു സംഭവം ഒന്നുമില്ല. ഫോൺ എങ്ങനെയാണോ വാങ്ങിച്ചത് അതേപോലെ തോന്നുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ വീണാലും വലിയ പ്രശ്നം ഒരു കുഴപ്പമില്ല. ഇവിടെ കൊട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ സാധനം ബ്രേക്ക് പ്രൊട്ടക്ഷൻ
പിന്നെ ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റും അല്ലേ? ഫോൺ മാറ്റി പോകാൻ പറ്റും. മാറ്റിപ്പോ അടി പോകാം. വേറെ എവിടെ ഷോപ്പ് ഉണ്ട്? നിങ്ങളുടേതായ ഷോപ്പ് നമുക്ക് കോഴിക്കോട്ടുണ്ട്. കോഴിക്കോടുണ്ട്. കോഴിക്കോട് ഷോറൂം എവിടെയാണ്? ഈസ്റ്റ് കൊട്ടാരം റോഡ്, ഈസ്റ്റ് നടക്കാവില്ല. ഈസ്റ്റ് നടക്കാവില്ല. നമ്മൾ തന്നെയാണ് ഓണർ. ഇൻഷാല്ലാ. എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഫോണ് നിലത്ത് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒരിക്കലും ഇത് കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കാറില്ല. ഇത്തരം സന്ദർഭത്തിലാണ് ഇങ്ങനെ ഈ ബ്രേക്ക് പ്രൊട്ടക്ഷൻ പോലെയുള്ള പിന്നെ ഈ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ ഫോണ് വളരെ കെയർഫുള്ളായിട്ട് ഒരു ഡാമേജും കൂടാതെ കൊണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു അവകാശം. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഷോപ്പാണ്. പിന്നെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ മാക്സിമം ഈ സംഭവം ഉപയോഗിക്കുക എന്നുള്ളതാണ്